ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സച്ചൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പാണ്. ഈസി ആയിട്ട് ബെറിയപ്പ് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസ്ലിയാണ്. മ്യൂസ്ലിക്കും പകരം കോൺഫ്ലെക്സും നട്ട്സും യൂസ് ചെയ്താലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറീസ് വേണം. യോഗേർട്സ് ഞാൻ 2 ഫ്ലേവേർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ടും സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ടും ആണ്. പിന്നെ വേണ്ടത് സ്ട്രോബെറി ക്രഷ് ആണ്. സ്ട്രോബെറി ക്രഷ് ഞാനൊരു 4-5 സ്ട്രോബെറീസ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേർഡിലെ ഐസ്ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഇനി 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് എടുത്താലും മതി. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ മ്യൂസ്ലി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയറായിട്ട് മ്യൂസ്ലി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മ്യൂസ്ലി നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാമ്പ് ചെയ്ത് കൊടുക്കാം മ്യൂസ്ലി. ഇപ്പോൾ മ്യൂസ്ലി അല്ല യൂസ് ചെയ്യുന്നത് കോൺഫ്ലെക്സും നട്ട്സും ആണെങ്കിൽ അപ്പോൾ മ്യൂസ്ലിക്ക് പകരം ഈ ലെയറിൽ കോൺഫ്ലെക്സും നട്ട്സും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന് ശേഷം നമ്മൾ യോഗേർട്ടാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ സ്ട്രോബെറി ക്രഷാണ് അടുത്ത ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോബെറി ക്രഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3-4 സ്ട്രോബെറി മിക്സിയിലിട്ട് ജസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുത്താൽ സ്ട്രോബെറി ക്രഷ് റെഡിയാവും. അപ്പോൾ ഈ ലെയറിൽ സ്ട്രോബെറി ക്രഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ സ്ട്രോബെറി യോഗേർട്ടാണ് ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ യോഗേർട്ട് എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കണം. എൻ്റെ യോഗേർട്ട് കുറച്ച് മെൽറ്റായിപ്പോയി. അപ്പോൾ യോഗേർട്ട് ഒഴിച്ചു. ഇനി അതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഇടുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ്ക്രീം ഇടുന്നത് ആദ്യമേ ഓരോ കോർണേഴ്സിലാണ് ഐസ്ക്രീം ഇടുന്നത്. അപ്പോൾ ഐസ്ക്രീം ഇട്ട് ഈ ലെവലും കൂടി നമുക്ക് ഫില്ല് ചെയ്യാം. അതിന് മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്ട്രോബെറി ക്രഷ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മ്യൂസ്ലിയും കൂടി ഞാൻ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് പകരം നട്ട്സ് കുറച്ച് സ്ട്രോബെറീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ബെറിയപ്പിൻ്റെ റെസിപ്പി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ബെറിയപ്സ് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് പുള്ളി ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് പുള്ളി ചെയ്ത് നോക്കാം. പുള്ളി ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബെറിയപ്പ് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ബെറിയപ്പ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.